നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. എഡിജിപിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. പ്രത്യേക സംഘത്തിന്റെ യോഗത്തിന് ശേഷം റിപ്പോർട്ട് നൽകാൻ നീക്കം. പോലീസ് ആസ്ഥാനത്ത് നിർണായക യോഗം. മഞ്ചേശ്വരം കോഴക്കേസിൽ കെ സുരേന്ദ്രനടക്കം എല്ലാ പ്രതികളും കുറ്റവിമുക്തർ. വിടുതൽ ഹർജി അനുവദിച്ച കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. സത്യം ജയിച്ചെന്ന് കെ സുരേന്ദ്രൻ. ജയിക്കുള്ളൂ. ഇപ്പോ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു. പാലക്കാട് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പ് തീയതികൾ ഉടൻ പ്രഖ്യാപിച്ചേക്കും. ചർച്ചകളിലേക്ക് മുന്നണികൾ. CPM പ്രഖ്യാപനം അടുത്ത ആഴ്ച. കോൺഗ്രസിലും തിരക്കിട്ട ചർച്ചകൾ. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടൻ. സിനിമാ ചിത്രീകരണത്തിനിടെ കാടുകയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ തിരിച്ചെത്തിച്ചു. സാധു കാടുകയറിയത് ഇന്നലെ. സിനിമാ ഷൂട്ടിംഗ് പുനരാരംഭിച്ചു. പന്നിക്ക് വെച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പേർ മരിച്ചു. മരിച്ചത് സഹോദരങ്ങൾ. ദാരുണ സംഭവം തൃശൂർ വരവൂരിൽ. ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് സിദ്ദിഖ്. അന്വേഷണ സംഘത്തിന് മെയിൽ അയച്ചു. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് മറുപടി. തൃശൂരിലെ ATM മോഷണത്തിന് പിന്നിൽ വൻ ആസൂത്രണം. മോഷ്ടാക്കൾ തമിഴ്നാട്ടിലേക്ക് എത്തിയത് 3 സംഘങ്ങളായി. 7 പേരടങ്ങുന്ന കവർച്ചാ സംഘം ഒന്നിച്ചത് കോയമ്പത്തൂരിൽ വെച്ച്. പ്രധാന ആസൂത്രകൻ മുഹമ്മദ് ഇക്രമെന്നും പോലീസ്. ഹരിയാന പോളിംഗ് ബൂത്തിൽ ഉച്ചവരെ 36.69% പോളിംഗ്. ലബനനിലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തി ഇറാഖും. 2 IDF സൈനികർ കൊല്ലപ്പെട്ടു. വിശദമായി നോക്കാം. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. പ്രത്യേക സംഘത്തിന്റെ യോഗത്തിന് ശേഷം റിപ്പോർട്ട് നൽകാനാണ് നീക്കം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക സംഘത്തിന്റെ യോഗം ചേരുകയാണ്. VV വിനോദ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ഈ റിപ്പോർട്ട് വൈകുകയാണ്. യോഗം അതെങ്ങനെ പുരോഗമിക്കുന്നു? അറിയ 1 മാസ കാലാവധിയാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് നൽകിയത്. അത് 2 ദിവസം മുൻപ് തന്നെ അവസാനിച്ചിരുന്നു. റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നിരുന്നു. 8 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. ഇന്നും പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. IG സ്പർജൻ കുമാർ ഒഴികെ അന്വേഷണ സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും തൃശൂർ പൂരം അലങ്കോലപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ADGP അവിടെ ഉണ്ടായിട്ടും കാര്യങ്ങൾ വഷളായപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയത്, അതോടൊപ്പം തന്നെ ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ADGPക്ക് വീഴ്ച പറ്റി. അതോടൊപ്പം തന്നെ RSS നേതാക്കളെ കണ്ടത് അത് ഔദ്യോഗികമായിരുന്നില്ല, രഹസ്യ സ്വഭാവത്തോടുള്ള കൂടിക്കാഴ്ചയായിരുന്നു എന്ന ഒരു വിലയിരുത്തലാണ് DGPയുടെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായത്. ഏതായിരുന്നാലും ഈ റിപ്പോർട്ട് വന്ന ശേഷം ഇതിൽ തീരുമാനമെടുക്കുമെന്നാണ് CPI ഉൾപ്പെടെ ഘടകകക്ഷികൾക്ക് നേരത്തെ മുഖ്യമന്ത്രി നൽകിയിരുന്ന ഉറപ്പ്. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിന് ശേഷമായിരിക്കും നടപടി ഉണ്ടാവുക. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ADGP RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇന്ത്യ ഭരിക്കുന്നവരുടെ പോഷക സംഘടനാ നേതാവിനെ കണ്ടത് മഹാപാപമായി തോന്നുന്നില്ല. പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. PV അൻവറിന് മലബാറിൽ CPMനെ ഭയപ്പെടുത്താൻ സാധിക്കും. ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നത് നേരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. CPI നേതൃത്വത്തിൽ വീണ്ടും ഭിന്നത. CPIയിൽ വക്താക്കൾ വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടി നിലപാട് സെക്രട്ടറി പറയുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ADGP വിഷയത്തിൽ ദേശീയ നിർവാഹക സമിതി അംഗത്തിന്റെ പ്രതികരണമാണ് ബിനോയ് വിശ്വത്തിന്റെ
പ്രകോപിപ്പിച്ചത്. അതേസമയം CPIയിൽ ഭിന്നതയില്ലെന്നും പാർട്ടിയുടെ നിലപാട് ആര് പറഞ്ഞാലും പാർട്ടി നിലപാട് തന്നെ ആകുമെന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. പാർട്ടി എടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണെന്നും കെ രാജൻ പറഞ്ഞു. CPIയുടെ നിലപാട് പുറത്താക്കിയില്ലെങ്കിൽ എന്താകുമെന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടമായില്ല. CPI എടുത്ത നിലപാട് തന്നെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടുമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകല്ലേ. അല്ല, ഞങ്ങളുടെ പാർട്ടി എക്സിക്യൂട്ടീവിൽ എന്തിനാണ് ഭിന്നത ഉണ്ടാകുന്നത്? ഞങ്ങളുടെ പാർട്ടി CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവോ CPIയുടെ സംസ്ഥാന കൗൺസിലോ ഏതെങ്കിലും വിധത്തിൽ ഭിന്നതയുള്ളൊരു കേന്ദ്രമേ അല്ല. സാധാരണ നിലയിൽ ഒരു പാർട്ടിക്കകത്തുണ്ടാകേണ്ട ആരോഗ്യപരമായ ചർച്ചകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഏതു പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകും. ഇവിടെ പുറത്തു പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നത ഒരു കാര്യത്തിലും ഇതുവരെ തൽക്കാലത്ത് ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയിലില്ല. ഇപ്പോൾ പാർട്ടി എടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് വിടുതൽ ഹർജി അംഗീകരിച്ചത്. കേസിലൂടെ തന്നെ എന്നേക്കുമായി അയോഗ്യനാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ കോഴ നൽകുകയും ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു കേസ്. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന് ആശ്വാസം. എന്തായാലും ഈ കേസിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി പത്രിക പിൻവലിച്ചു എന്നാണ് കേസ്. ഈ കേസിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ തോതിൽ സുരേന്ദ്രൻ വേട്ടയാടിയ ഒരു കേസാണിത്. വലിയ തോതിൽ വാർത്തയായ ഒരു കേസാണ്. ഈ കേസിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും, അതായത് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കേസ് നിലനിൽക്കില്ലെന്നാണ് കോടതി പ്രസ്താവിച്ചതെന്നാണ് സുരേന്ദ്രന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വ്യക്തമാക്കിയത്. പ്രൈമ ഫേസിയ തന്നെ നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടിരിക്കുകയാണ്. ഒരു വിചാരണക്ക് പോലും പോയി വിചാരണ നേരിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് കോടതി ഡിസ്ചാർജ് പിറ്റീഷൻ അനുവദിച്ചിരിക്കുന്നത്. തന്നെ രാഷ്ട്രീയമായി വേട്ടയാടാനാണ് ഈ കേസ് കെട്ടിച്ചമച്ചതെന്നും രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള ഒരു കേസ് തന്നെയായിരുന്നു ഇതെന്നുമാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. എന്തായാലും സത്യം വിജയിച്ചിരിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഞാൻ ഈ കേസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, സത്യം ജയിക്കും, സത്യമേവ ജയതേ എന്ന് എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും BJPയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരാണ് ഈ കേസിൽ പ്രതികളായി ഉണ്ടായത്. LDF സ്ഥാനാർത്ഥിയായിരുന്നു, അതായത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VB രമേശനാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് കെ സുന്ദര, ഈ വാദം നടക്കുന്നതിനിടയിലെല്ലാം കെ സുന്ദര പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചതെന്ന് ഒരു കോടതി നിരീക്ഷണം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതായത് ഈ കേസിൽ പൂർണ്ണമായും ഇവരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ കേസ് പരിഗണിച്ചതെങ്കിലും ഈ ഹർജിക്കാർ വിടുതൽ ഹർജി നൽകിയ മുഴുവൻ പേരും 6 പേരും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പേരും ഇന്ന് ഹാജരായത്. ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ, ഇന്ന് വിധി പറയാൻ എടുത്തപ്പോൾ തന്നെ ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ ഇത് നിലനിൽക്കുന്നതല്ലെന്നും അതുകൊണ്ട് മുഴുവൻ പ്രതികളെയും ഒഴിവാക്കുന്നു എന്നും കോടതി പരാമർശിക്കുകയായിരുന്നു. എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഈ കേസിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ഇതിന്റെ വാദിഭാഗം പറഞ്ഞിരിക്കുന്നത്. കെ സുന്ദര ഉൾപ്പെടെ മേൽക്കോടതിയെ ഈ കേസിൽ സമീപിക്കാനാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്.
നിൽക്കുന്നത്. എന്തായാലും നിലവിൽ സുരേന്ദ്രനെ ഈ സംബന്ധിച്ചിടത്തോളം ഈ കേസ് നിയമപ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് തന്നെ മത്സരിക്കാൻ കഴിയാത്ത രീതിയിൽ അയോഗ്യനാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തുമായിരുന്നു. എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ കടമ്പകളെല്ലാം നീങ്ങിയിരിക്കുന്നു, നിയമക്കുരുക്കുകളെല്ലാം മാറിയിരിക്കുന്നു. സുരേന്ദ്രൻ പൂർണ്ണമായും ഈ കേസിൽ നിന്നും മുക്തരായിരിക്കുന്നു. പൂർണ്ണമായും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പേരെയും ഇത്തരത്തിൽ ഒഴിവാക്കിക്കൊണ്ടാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. PR ഏജൻസി വിവാദം മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടും CPM-ൽ പോലും സംശയങ്ങൾ തീരുന്നില്ല. സംസ്ഥാന സമിതി യോഗത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും K ചന്ദ്രൻപിള്ളയുമാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിൽ സംശയം പ്രകടിപ്പിച്ചത്. ഞങ്ങൾ ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. ഒരു PR സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല. അഭിമുഖത്തിന് PR ഏജൻസി എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടും സംശയങ്ങൾ ബാക്കിയാണ്. പൊതുസമൂഹത്തിനും പ്രതിപക്ഷത്തിനും മാത്രമല്ല, പാർട്ടി നേതാക്കൾക്ക് പോലും മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ദഹിച്ചിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ MV ജയരാജനും ചന്ദ്രൻപിള്ളയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. പാർട്ടി നേതാവിന്റെ മകൻ പറഞ്ഞിട്ടാണ് അഭിമുഖം കൊടുത്തതെന്ന് അവകാശപ്പെടുമ്പോഴും മുഖ്യമന്ത്രി പറയാത്ത കാര്യം എങ്ങനെ അഭിമുഖത്തിൽ വന്നുവെന്ന് വ്യക്തമായി പറയാൻ ആർക്കും കഴിയുന്നില്ല. മാത്രമല്ല, അതുണ്ടാക്കിയ ഡാമേജ് വളരെ വലുതെന്ന അഭിപ്രായമാണ് CPM-ൽ പ്രബല വിഭാഗത്തിനുള്ളത്. മലപ്പുറം ജില്ലയ്ക്കെതിരായ പരാമർശമുണ്ടാക്കിയ തിരിച്ചടിക്ക് ഉത്തരവാദി ആരെന്നും അത് എങ്ങനെ മറികടക്കുമെന്നുമാണ് പാർട്ടി നേതൃത്വത്തെ കുഴയ്ക്കുന്ന ചോദ്യം. അത് തിരിച്ചറിഞ്ഞാണ് മലപ്പുറം ജില്ലയുടെ അട്ടിപ്പേർ അവകാശം ഉന്നയിച്ച് ആരും വരേണ്ട എന്നും ജില്ലാ രൂപീകരണ ചരിത്രം വിശദീകരിച്ചും സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രശസ്ത റേഡിയോ പ്രക്ഷേപകൻ M രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. പതിറ്റാണ്ടുകൾ ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്നു. കൗതുക വാർത്തകൾ എന്ന പരിപാടിയിലൂടെയാണ് രാമചന്ദ്രൻ മലയാളികൾക്ക് സുപരിചിതനായത്. സാക്ഷി എന്ന പരിപാടിയിലെ അവതരണത്തിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്കും രാമചന്ദ്രൻ പ്രിയങ്കരനായി. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, മലയാളികൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട മുഖമായിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹം വിട വാങ്ങുമ്പോൾ എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? തീർച്ചയായിട്ടും വാർത്താ പ്രക്ഷേപണ രംഗത്ത് ഏറ്റവും പ്രശസ്തനായ പേരുകാരിലുള്ള ഒരാളാണ് രാമചന്ദ്രൻ. കൗതുക വാർത്തകളെ ജനപ്രിയമാക്കിയ ശബ്ദമാണ്. ടെലിവിഷൻ രംഗത്തും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിച്ചു. ദീർഘകാലം ആകാശവാണിയിൽ വാർത്താ പ്രക്ഷേപകനായിരുന്നു. സാക്ഷി എന്ന പരിപാടിയിലെ സാക്ഷിയിലെ ശബ്ദം കൊണ്ടും സാക്ഷിക്കെന്താ കൊമ്പുണ്ടോ എന്ന ആ അവതരണത്തിലൂടെയും വളരെയധികം ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിലും അദ്ദേഹം NTV-യുടെ ഒരു പരിപാടിയായിരുന്നു സാക്ഷി. അതിലെ അവതരണത്തിലൂടെയും വളരെ ശ്രദ്ധേയനായ ആളാണ്. ഇന്ദിരാഗാന്ധി വധം മലയാളികളെ വാർത്തയിലൂടെ അറിയിച്ചത് രാമേന്ദ്ര ശബ്ദത്തിലൂടെയാണ്. ഇന്ദിരാഗാന്ധിയുടെ വധം മലയാളി അറിഞ്ഞത്, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു എന്ന വാർത്ത മലയാളി അറിഞ്ഞത്. കൗതുക വാർത്തകളെ ജനപ്രിയമാക്കിയ ശബ്ദമാണ്. ദീർഘകാലം ആകാശവാണിയിൽ, പതിറ്റാണ്ടുകൾ ആകാശവാണിയുടെ ഭാഗമായിരുന്നു. ആകാശവാണി കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരും മുഖവുമാണ് രാമചന്ദ്രന്റേത്. ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സമയത്തിനകം ഭൗതികദേഹം അദ്ദേഹത്തിന്റെ മുടവൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് CPM സ്ഥാനാർത്ഥികളെ അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ജില്ലാ കമ്മിറ്റികൾക്ക് CPM സംസ്ഥാന സമിതി നിർദ്ദേശം നൽകി. ചേലക്കരയിൽ മുൻ MLA UR പ്രദീപ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾക്കാണ് മുൻഗണന. അടുത്തയാഴ്ച തുടക്കത്തിൽ തന്നെ വിജ്ഞാപനം വരുമെന്ന പ്രതീക്ഷയിലാണ് CPM. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതും അത് മുന്നിൽ കണ്ടാണ്. രാഷ്ട്രീയമായി ഏറെ തിരിച്ചടികൾ നേരിടുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം CPM-ന് അനിവാര്യം. ചേലക്കരയെങ്കിലും നിലനിർത്താനായാൽ ഭരണവിരുദ്ധ വികാരമെന്ന വിമർശനം തള്ളിക്കളയാം. അതും നഷ്ടപ്പെട്ടാൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് സർക്കാരും ഭരണമുന്നണിയും വീഴുമെന്ന് ഉറപ്പ്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ചേലക്കരയിൽ UDF-ന്റെ മുന്നേറ്റം തടയുകയാണ് പ്രധാന ലക്ഷ്യം. തൃശൂർ പൂരം അലങ്കോലമായതടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയും CPM-നുണ്ട്. UR പ്രദീപിലൂടെ ചേലക്കര നിലനിർത്താമെന്നാണ് പ്രതീക്ഷ. ശക്തമായ സ്വാധീനമുള്ള ജില്ലയെങ്കിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും CPM മൂന്നാമതായി, BJP രണ്ടാമതെത്തി. അവിടെ ജയിക്കുക മാത്രമല്ല, BJP ജയിക്കില്ലെന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വവും CPM-നുണ്ട്. നർത്തകി മേതിൽ ദേവിക, ഫോറൻസിക് സർജൻ PB ഗുജറാൾ തുടങ്ങി പാർട്ടിക്ക് പുറത്തുള്ളവരെയാണ് ആദ്യം പരിഗണിച്ചത്. എന്നാൽ ഇപ്പോൾ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത്
ജില്ലാ പഞ്ചായത്ത് അംഗം ബിനുമോൾക്കാണ്. UDF BJP നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ പാർട്ടി വോട്ടുകൾ ഉറപ്പിച്ചാൽ ജയിച്ചു കയറാമെന്നാണ് വിശ്വാസം. ഭരണപക്ഷം പ്രത്യേകിച്ച് CPM വലിയ രാഷ്ട്രീയ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന കാലത്താണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിൽ ചേലക്കര തെരഞ്ഞെടുപ്പ് വിജയം CPMന് ഏറ്റവും നിർണായകമാണ് എന്ന് മാത്രമല്ല അഭിമാന പോരാട്ടം കൂടിയായി മാറും ചേലക്കരയിലേത്. പാലക്കാടും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ് CPM ശ്രമം. അതിന്റെ ഒരുക്കങ്ങളാണ് സംസ്ഥാന സമിതി നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റികൾ ആരംഭിച്ചിരിക്കുന്നത്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പ് കളമൊരുങ്ങുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ. പാലക്കാട്ട് തീ പാറും പോരാട്ടം. ചേലക്കരയുടെ ജനവിധി എന്ത് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സീറ്റ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്ന പ്രതീക്ഷയും UDF ക്യാമ്പിനുണ്ട്. സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ UDF അനുകൂല തരംഗമുണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ സംഘടനാ തലത്തിലുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിൽ MPയുമാണ് രംഗത്തുള്ളത്. അതേസമയം പാലക്കാട് DCC നേതൃത്വത്തിന് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ജനകീയ മുഖത്തെ മണ്ഡലത്തിൽ പരിഗണിക്കണമെന്നാണ് നിലപാട്. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള പാലക്കാട് മണ്ഡലത്തിൽ പ്രാദേശിക പിന്തുണയുള്ള സ്ഥാനാർത്ഥി മത്സരരംഗത്തിറങ്ങിയാൽ മാത്രമേ വിജയിക്കാനാകുമെന്നാണ് DCC നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അതേസമയം ഇടത് സർക്കാരിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അനുകൂല തരംഗമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് മറുവിഭാഗം. വിജയം നിർണയിക്കുന്നതിൽ പ്രധാനമായ കണ്ണാടി പഞ്ചായത്തിൽ LDF ക്യാമ്പിൽ നിലനിൽക്കുന്ന വിഭാഗീയത രാഹുലിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നാണ് ഒപ്പമുള്ളവരുടെ കണക്കുകൂട്ടൽ. അതേസമയം രമ്യ ഹരിദാസിലൂടെ ചേലക്കര പിടിച്ചെടുക്കാനാകുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി കൂടി മത്സരരംഗത്ത് സജീവമാകുന്നതോടെ പാലക്കാടും ചേലക്കരയിലും അതിന്റെ പ്രതിഫലനമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. നേമം നിയമസഭാ മണ്ഡലത്തിലും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും താമര വിരിയിച്ച ആത്മവിശ്വാസത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP. പാലക്കാടിനൊപ്പം ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും BJP കൂടുതൽ ശ്രദ്ധയൂന്നുന്നത് പാലക്കാട് തന്നെയാണ്. പാലക്കാടൻ കാറ്റ് അത് രാഷ്ട്രീയമായി വീശുമ്പോൾ അനുകൂലമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് BJP. സംഘടനാ സംവിധാനം പരിശോധിക്കുമ്പോൾ BJPക്ക് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ഡലം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ചേക്കും എന്നാണ് സൂചന. കഴിഞ്ഞ തവണ മെട്രോമാൻ E. ശ്രീധരനെ ഇറക്കി BJP ശക്തമായ പോരാട്ടം കാഴ്ചവച്ചിരുന്നു. ഇടതുമുന്നണിയെ പിന്നിലാക്കി രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. BJPയുടെ സാധ്യത ഇടത് വലതു മുന്നണികളുടെ പരസ്പരമുള്ള പഴിചാരലിനും ഇക്കുറി വഴിവെക്കുന്നു. സിറ്റിംഗ് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് BJPക്ക് പാലക്കാട്ട് അവസരം ഒരുക്കുന്നതിനു വേണ്ടി UDF നടത്തിയ നീക്കം ആണ് എന്ന് LDF ആരോപിക്കുന്നു. തൃശൂർ പൂരം അലങ്കോലമായതും ADGPയുടെ RSS നേതാക്കളുമായ കൂടിക്കാഴ്ചയും CPM BJP അവിശുദ്ധ ബാന്ധവത്തിന്റെ തെളിവായി UDF ഉയർത്തിക്കാട്ടുന്നു. കരിമ്പനയുടെ മണ്ണ് തങ്ങൾക്കും വളക്കൂറുള്ളതാണെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. നേമത്തിനും തൃശൂരിനും പിന്നാലെ പാലക്കാട്ടും BJP ചരിത്രമെഴുതുമോ? VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ ചിത്രീകരണത്തിനിടെ കാടുകയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ തിരിച്ചെത്തിച്ചു. റോഡിൽ നിന്ന് 200 മീറ്റർ അകലെ വെച്ചാണ് സാധുവിനെ വനം വകുപ്പ് സംഘം കണ്ടെത്തിയത്. വിജയ് ദേവരക്കൊണ്ട നായകനായ തെലുങ്കു സിനിമയുടെ ചിത്രീകരണത്തിനിടെ ആനകൾ തമ്മിൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് സാധു കാടുകയറിയത്. അതിനിടെ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിച്ചു. സാധുവിനെ പുതുപ്പള്ളിയിൽ തിരികെ എത്തിച്ചു. ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന നാട്ടാന അത് കാട് കയറിയത് വലിയ രീതിയിലുള്ള ആശങ്കകൾ നൽകിയിരുന്നു. കാരണം ഇതിന്റെ ഏത് ഒരു പ്രതികരണമാണ് ഉണ്ടാകുക പിന്നീട്. കാരണം നിരവധിയായി തവണ ഇടമലയാർ മേഖല, പ്രത്യേകിച്ച് കോതമംഗലം, ഇത്തരം ഈ സ്ഥലങ്ങളിൽ ഇവിടെ ഈ കാട്ടാനയുടെ ഉപദ്രവം പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇടമാണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാട്ടാന കാട് കയറുമ്പോൾ ഇവയുടെ ഒരു ഉപദ്രവം അതിൽ നിന്ന് ആക്രമണം ഏൽക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വളരെ ആശങ്കകരമായ ഒരു നിമിഷങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ തന്നെ ആശ്വാസകരമായ വാർത്തയെത്തുന്നു. സാധു എന്ന ആനയെ, പുതുപ്പള്ളി സാധു എന്ന ആനയെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് വനം വകുപ്പിന് കഴിഞ്ഞു എന്നതായിരുന്നു. അത്
അതിനുശേഷം അതിന്റെ ഉടമയെയും പാപ്പാന്മാരെയും അവിടേക്ക് എത്തിച്ച് തിരിച്ച് അതിനെ കൊണ്ടുവരികയും ലോറിയിലേക്ക് കയറ്റി ആ പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ മറ്റ് 5 ആനകളെ നിരത്തിയുള്ള ഷൂട്ടിംഗ് ആയിരുന്നു ഇന്നലെ നടന്നിരുന്നത്. തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. ഇതിനിടയിൽ വെച്ചാണ് മണികണ്ഠൻ എന്നൊരു ആനയുടെ കുത്തേറ്റ് 2 വട്ടം അതിനെ കുത്തേൽക്കുകയുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇത് കാട്ടിലേക്ക് കയറുന്നത്. അത് വലിയ ആശങ്കയായിരുന്നു സമയത്തുണ്ടായിരുന്നെങ്കിലും വനപാലകർ കൃത്യമായൊരു നിരീക്ഷണം കൊണ്ടാണ് അത് ഇന്നലെ മുതൽ തന്നെ അവരുടെ ഒരു നിരീക്ഷണത്തിലായിരുന്നു എന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അത് ഇന്ന് രാവിലെയോടുകൂടി അത് വളരെ കൃത്യമായി അവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതായി DFO പറയുകയുണ്ടായി. അതായത് ഇന്നലെ ഒരു 4 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ തുടർന്ന് രാത്രി ആയതുകൊണ്ട് നമുക്ക് രാത്രിയിൽ അധികം സെർച്ച് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയിരുന്നു ഒരു 80 പേരുടെ ഒരു ടീം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു. വലിയ ആശങ്കയാണ് ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നത് ആനയുടെ ആരോഗ്യം സംബന്ധിയായ കാര്യങ്ങളിൽ. കാരണം പരിക്ക് പറ്റിയാണ് ആന കാട്ടിലേക്ക് കയറുന്നത്. അതേസമയം തന്നെ അവിടെ കാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കാട്ടാനകളുടെ ഉപദ്രവം ഉണ്ടാകുമെന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ ഇതെല്ലാം മാറുന്നു. രാവിലെ എത്തുമ്പോൾ തന്നെ അതിന്റെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആനയെ കാണാനായിട്ട് സാധിക്കുന്നു. അതിനെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ് നൽകിയതെന്ന് ഉടമയും പാപ്പാമാരും പറഞ്ഞു. 6 മണിയായപ്പോൾ എത്തി ഇതിനെ സെർച്ച് ചെയ്യുന്നതിന് ഞങ്ങളോട് അതിൻ്റെ കൂടെ ഫോറസ്റ്റിന്റെ ഫുൾ സപ്പോർട്ട് ഇതിന്റെ സെർച്ച്. കൂടാതെ എലിഫന്റ് സ്ക്വാഡിലെ ഒരു 10-15 പേരോട് ഇതിനോട് ചേർന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിന്റുകൾ അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് ആനെ. ചിത്രീകരണത്തിനായി കൊണ്ടുവന്ന ആന അത് ഇടയുമ്പോൾ പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇതിന് വനം വകുപ്പിന്റെ അടക്കം അനുമതി വാങ്ങിയിരുന്നുവോ, ഏത് രീതിയിലുള്ള ഒരു ചിത്രീകരണമായിരുന്നു ഇവിടെ നടന്നിരുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ കൃത്യമായി അനുമതി വാങ്ങിക്കൊണ്ടാണ് ചിത്രീകരണം നടത്തുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സെപ്റ്റംബർ 30 ആരംഭിച്ച ചിത്രീകരണം ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട്. ഇതിന്റെ ഒരു അവസാന നിമിഷത്തിലായിരുന്നു. അതായത് ആനകളെ ഉപയോഗിച്ചുള്ള 5 ആനകൾ ഇവിടേക്ക് എത്തിച്ചിരുന്നു. ഇതിൽ ആനകളെ ഉപയോഗിച്ചുള്ള രംഗം ചിത്രീകരിക്കുന്നതിന്റെ അവസാന ടേക്കിലായിരുന്നു സംഭവം ഉണ്ടായതെന്നും ഇനി ആനകളെ ഉപയോഗിച്ചുള്ള ഒരു ചിത്രീകരണം ആവശ്യമില്ല എന്നും അത് പൂർത്തിയാക്കിയതായും ചിത്രത്തിന്റെ ഛായാഗ്രാഹകനായ ജോമോൻ ടി ജോൺ വ്യക്തമാക്കി. ലാസ്റ്റ് ഷോട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സാധു എന്ന് പറയുന്ന ആന ഫ്രണ്ടിൽ നിൽക്കുന്നു. തൊട്ട് ബാക്കിൽ ആണ് മറ്റേ ആന വരുന്നത്. അതൊരു ബാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തി. അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അത് സാധു വീണ്ടും തിരിച്ചു വന്ന് പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്ത് പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുത്തായിരുന്നു. അതിലാണ് ഇറങ്ങി ഓടിയത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഈ ആനയെ കൊണ്ടുവന്ന നാട്ടാന ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അതിൽ വലിയ രീതിയിലേക്ക് ബഹളമുണ്ടാകുന്നു. അത് കുത്തി പരിക്കേൽപ്പിക്കുന്നു, കാട് കയറുന്നു. അത് സംഭവങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ആ രീതിയിലൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. പ്രത്യേകിച്ച് സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി കൊണ്ടുവന്ന ആനകൾ. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ രീതിയിലേക്ക് പ്രാധാന്യം നേടുകയും ചെയ്തത്. വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത് ആശങ്ക അവസാനിക്കുന്നു. കൃത്യമായ രീതിയിൽ തന്നെ സാധു എന്ന പുതുപ്പള്ളിയിൽ നിന്ന് എത്തിച്ച സാധു ആന കൃത്യമായി തിരികെ എത്തുന്നു. പാപ്പാന്മാരുടെ ഉടമയുടെയും അടുത്തേക്ക് എത്തിയത് വലിയ ആശ്വാസമാണ് നൽകിയത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ പ്രജിത്തിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗവും. AP വിഭാഗത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF-ന്റെ മുഖപത്രമായ റിസാല വാരികയിലാണ് വിമർശനം. മുഖ്യമന്ത്രി വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നും പോലീസ് ഭാഷ്യങ്ങളെ മുഴുവൻ വെള്ളം തൊടാതെ നിരന്തരം ന്യായീകരിക്കുന്നുവെന്നും റിസാല കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ പോയാൽ CPM പൊടിപോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാനെന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ നിശിത വിമർശനവുമായി ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം വിമർശനവുമായി വന്നിരിക്കുന്നത്. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടോടെയാണ് റിസാലയിലെ മുഖപ്രസംഗം. മുഖ്യമന്ത്രി വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ഹിന്ദുത്വ പ്രചാരണത്തിൽ CPM വീണുവെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. ADGP RSS കൂടിക്കാഴ്ചകളെ CPM നിസ്സാരവൽക്കരിക്കുകയാണ്. ADGPക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തിന്റെ തെളിവെന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെയും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. അഭിമുഖ വിവാദത്തിൽ CPM-ന് ഉത്തരമില്ല. അഭിമുഖം BJPക്ക് ഗുണകരമായ രീതിയിൽ പ്രചരിച്ചു.
മലപ്പുറത്തെ ക്രിമിനൽ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചെലവിൽ നടപ്പാക്കിയെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി ഇടതുപക്ഷത്തെ തന്നെയാണോ പ്രതിനിധീകരിക്കുന്നത് എന്നതിൽ സംശയമുണ്ടെന്ന് പറയുന്ന മുഖപ്രസംഗം CPM ഇങ്ങനെ പോയാൽ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാനെന്ന് വിമർശിച്ചാണ് അവസാനിക്കുന്നത്. PV അൻവർ ഉയർത്തിയ വിമർശനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് റിസാലയുടെ മുഖപ്രസംഗം. സാമുദായിക പ്രസ്ഥാനങ്ങൾ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും അതെല്ലാം PV അൻവറിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാകുന്നതും CPMന് നൽകുന്ന തലവേദന ചെറുതല്ല. ന്യൂസ് 18 മലപ്പുറം. തൃശൂർ വരവൂരിൽ പാടത്ത് പന്നിക്ക് വെച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ചു. കുണ്ടന്നൂർ സ്വദേശികളായ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. പ്രദേശത്ത് മീൻ പിടിക്കാനെത്തിയ ഇരുവരെയും രാവിലെ 10 മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാത്രി മീൻ പിടിക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇരുവരെയും കാണാതായതോടെ വീട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കുന്നംകുളം പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വൈദ്യുതി കെണി സ്ഥാപിച്ചത് ആരെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് കാട്ടി നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മെയിൽ അയച്ചു. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘത്തിന്റെ മറുപടിയും ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് എതിരെയുള്ള കേസ് ഒത്തുതീർപ്പാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രമിച്ചെന്ന ആരോപണവുമായി ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കൾ. കേസ് എഴുതിത്തള്ളിയതിനെ സംബന്ധിച്ച് വിവരം ലഭ്യമായിട്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതിരുന്നത് സംശയകരമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ പറഞ്ഞു. അജയ്യോട് വിശദീകരണം തേടാനാണ് പാർട്ടിയുടെ തീരുമാനം. കേസ് എഴുതിത്തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത് ഓഗസ്റ്റ് 24-നാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പരാതിക്കാരനായ അജയ്ക്ക് നോട്ടീസും കൈമാറി. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വിവരം പുറത്തു കൊണ്ടുവരുന്നതുവരെയും കേസിനെ സംബന്ധിച്ച വിവരം അജയ് പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിരുന്നില്ല. രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ഉപയോഗിക്കാവുന്ന ആയുധമായിട്ടും നേതൃത്വത്തോട് മറച്ചുവെച്ചതെന്തെന്ന സംശയമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. യുവ നേതാവിന്റെ നീക്കത്തിനെതിരെ ജില്ലയിലെ മുതിർന്ന നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ AA ഷുക്കൂർ തുറന്നടിച്ചു. ഞാൻ ആ കാര്യത്തിൽ എനിക്കും ഒരു വലിയ സംശയം തോന്നുകയാണ്. ഞാൻ ഇന്നലെ പോലും അജയ്യായിട്ട് സംസാരിച്ചിരുന്നു. വൈകുന്നേരം രാത്രി ഈ വാർത്ത കാണുന്നു. ഞാനും ഓർക്കുകയുടെ ഓഗസ്റ്റ് മാസത്തിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുമ്പോഴും ഇത്തരം ആളുകൾ ഞങ്ങളോട് ഇനിയിപ്പോൾ എന്നോട് പറയാതിരുന്നതായിരിക്കാം, പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ പല ആളുകൾക്കും അറിയില്ല. അതാണ് സത്യം. അജയ്ക്കൊപ്പം മർദ്ദനമേറ്റ തോമസിനോട് പോലും കേസ് റെഫർ ചെയ്ത കാര്യം അജയ് അറിയിച്ചില്ലെന്ന് നേതാക്കൾ പറയുന്നു. മാധ്യമങ്ങളിലൂടെ മാത്രമാണ് തോമസും ഇക്കാര്യം അറിഞ്ഞത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസ് ഈ ഇതിലെ സത്യത്തിൽ ഇരയായ രണ്ടാമത്തെ ആളാണ്. അയാൾക്കും ഇത് സംബന്ധിച്ച് അറിയില്ല എന്ന് വരുമ്പോൾ അത് എന്തോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പാർട്ടിയും വിദ്യാർത്ഥി സംഘടനയും യൂത്ത് കോൺഗ്രസും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസുമായി നിയമപോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ പാർട്ടി തീരുമാനിച്ച അഭിഭാഷകനെ മാറ്റി സ്വന്തം നിലയ്ക്ക് അഭിഭാഷകനെ ഏർപ്പെടുത്തിയതും ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ സിതാരയിൽ വജ്രവും മരതകവും പിടിപ്പിച്ച ആഭരണങ്ങളും സ്വർണവും ഉൾപ്പെടെ 26 പവനാണ് മോഷണം പോയത്. MDയും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്താണ് മോഷണം നടന്നത്. സെപ്റ്റംബർ 22-നും 30-നും ഇടയിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അലമാരി പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. 3 മാല, വള, കമ്മൽ, ഡയമണ്ട് കമ്മലും ലോക്കറ്റും മരതകം പതിച്ച ലോക്കറ്റുമാണ് മോഷ്ടിക്കപ്പെട്ടത്. ബാങ്ക് ലോക്കറിലുണ്ടെന്ന് കരുതി ലോക്കറിൽ പരിശോധന നടത്തിയെങ്കിലും കാണാതായതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മോഷ്ടാക്കൾ അലമാര കുത്തിപ്പൊളിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. അലമാരയുടെ സമീപത്തുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് സ്വർണം മോഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ ജോലികൾക്കായി വീട്ടിലെത്തിയവരെയും ഹോം നഴ്സുമാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 കോഴിക്കോട്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 മണി വരെ 36.69% പോളിംഗ്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സെയ്നി, കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ, ഭൂപേന്ദ്ര സിംഗ് ഹൂഡ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസും BJP നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദളിത് പോരാട്ടങ്ങളിലൂടെ ശ്രദ്ധേയയായ കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവർ പയ്യന്നൂർ സ്വദേശിനി ചിത്രലേഖ അന്തരിച്ചു.
പുലർച്ചെ 3 മണിയോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പാൻക്രിയാസ് ക്യാൻസറിനെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പയ്യന്നൂർ സ്വദേശിനിയായ ചിത്രലേഖ CPM-ഉമായുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. താൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ തീവെച്ച് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. പാർട്ടി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു ചിത്രലേഖയുടെ ആരോപണം. തുടർന്ന് CPM-ഉമായി പരസ്യ പ്രതിഷേധം തുടർന്നു. നേഴ്സായിരുന്ന ചിത്രലേഖ വിവാഹശേഷമായിരുന്നു ഭർത്താവായ ശ്രീകാന്തിനൊപ്പം ഓട്ടോറിക്ഷ ഡ്രൈവറാകാൻ തീരുമാനിച്ചത്. തൊഴിലിടത്തിൽ ജാതീയമായ അധിക്ഷേപം നേരിട്ടതായി ചിത്രലേഖ അന്ന് ആരോപിച്ചിരുന്നു. തുടർന്ന് നടന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം ഒറ്റയാൾ പോരാട്ടം നടത്തി. ഏതാനും വർഷങ്ങളായി കണ്ണൂർ കാട്ടാമ്പള്ളിയിലായിരുന്നു താമസം. വീടിന് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് നേരെ പിന്നീടും ആക്രമണമുണ്ടായി. കേസും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നതിനിടെയായിരുന്നു രോഗബാധിതയായത്. തലശ്ശേരി ക്യാൻസർ സെന്ററിൽ ചികിത്സ തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെ 3 മണിയോടെ കണ്ണൂർ കമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നാളെ രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിക്കുന്ന 10 മണിയോടെ കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്കരിക്കും. ന്യൂസ് 18 കണ്ണൂർ. CPM നേതാവായിരുന്ന ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചിട്ട് ഇന്ന് 1 വർഷം. ചിറയൻകീഴിലെ വീട്ടിൽ നടന്ന അനുസ്മരണത്തിൽ മന്ത്രി VN വാസവൻ പങ്കെടുത്തു. നിരവധി പ്രവർത്തകർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. വൈകിട്ട് അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന അനുസ്മരണ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 4 വയസ്സായ കുട്ടിക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായി പരാതി. പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായാണ് പരാതി. പെരുമാതുറ സ്വദേശിയായ 4 വയസ്സുകാരനാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തത്. പനിയും ചുമയുമായി ചികിത്സ തേടിയ കുട്ടിക്കാണ് കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക് മരുന്ന് നൽകിയത്. കുട്ടിക്ക് 1 ഡോസ് മരുന്ന് കൊടുത്തതിനു ശേഷമാണ് കാലാവധി കഴിഞ്ഞ വിവരം വീട്ടുകാർ അറിയുന്നത്. ഉടൻ തന്നെ വീട്ടുകാർ ആശുപത്രിയിലെത്തി വിവരം പറഞ്ഞു. സംഭവത്തിൽ വീട്ടുകാർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രി, ജില്ലാ കളക്ടർ തുടങ്ങിയവർക്കും പരാതി നൽകി. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5885 രൂപ, പവന് 47,080 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോഗ്രാമിന് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.